നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ താഴത്തങ്ങാടി വള്ളംകളിയിൽ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടൻ ജേതാവ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടൻ മൂന്നാമതെത്തി. മൂന്ന് ഹീറ്റ്സുകളിലായി 9 ചുണ്ടൻ വള്ളങ്ങളാണ് താഴ്ത്തങ്ങാടിയിൽ മാറ്റുരച്ചത്. ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ തിരുവാർപ്പ് ബോട്ട് ക്ലബിന്റെ നെപ്പോളിയൻ ഒന്നാമതെത്തി. കാഞ്ഞിരം ന്യൂ സ്റ്റാറിന്റെ ഷോട്ട് പുളിക്കത്തറയ്ക്കാണ് രണ്ടാം സ്ഥാനം. വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിൽ കൊണ്ടാകൽ ബോട്ട് ക്ലബിന്റെ PG കരിപ്പുഴ ജേതാക്കളായപ്പോൾ അറുപറ ബോട്ട് ക്ലബിന്റെ ചിറമേൽ തോട്ടുകടവൻ രണ്ടാം സ്ഥാനത്തെത്തി. ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിന്റെ 3 തെക്കനും ചെന്നിത്തല ടൗൺ ബോട്ട് ക്ലബിന്റെ തുരുത്തിത്തറയും യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വിഭാഗത്തിൽ കൊറുംകോട്ട KBCയുടെ താണിയൻ ദ ഗ്രേറ്റ് ജേതാക്കളായപ്പോൾ സിറ്റി ബോട്ട് ക്ലബിന്റെ ഡാനിയൽ രണ്ടാം സ്ഥാനം നേടി. ചുരുളൻ വള്ളങ്ങളുടെ മത്സരത്തിൽ കുമരങ്കരി BBCയുടെ വേലങ്ങാടൻ, വേളൂർ പുളിക്കമറ്റം ബോട്ട് ക്ലബിന്റെ കോടിമത, കുമരകം തോപ്പിൽ PBCയുടെ മൂഴി എന്നിവ 1 മുതൽ 3 വരെ സ്ഥാനങ്ങളിലെത്തി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന ആഘോഷമാണ് താഴ്ത്തങ്ങാടി വള്ളംകളിയെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. K. ഫ്രാൻസിസ് ജോർജ് MP ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ പതാക ഉയർത്തി. വള്ളംകളിയുടെ സുവനീർ ചാണ്ടി ഉമ്മൻ MLA പ്രകാശനം ചെയ്തു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ,
തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OS അനീഷ്, നഗരസഭാംഗങ്ങളായ ഷേബ മാർക്കോസ്, ജിഷ ജോഷി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി അഡ്വക്കേറ്റ് VB ബിനു, വള്ളംകളി ജനറൽ കൺവീനർ സുനിൽ എബ്രഹാം, സെക്രട്ടറി സാജൻ P ജേക്കബ്, താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദ് ഇമാം ഷെഫീഖ് ഫാദിൽ മന്നാനി എന്നിവർ പങ്കെടുത്തു. വിജയികൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കളക്ടർ ചേതൻകുമാർ മീണ എന്നിവർ ചേർന്ന് സമ്മാന വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസ് തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള കോൺഗ്രസ് മുൻ ചെയർമാനും മുൻ മന്ത്രിയുമായിരുന്ന ജോൺ ജേക്കബിന്റെ 47ാം ചരമവാർഷികം ആചരിച്ചു. നിരണം വലിയ പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി പോൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളിൽ പതറാതെ മുന്നിൽ നിന്ന് പോരാടിയ ധീരനായ കർഷക നേതാവായിരുന്നു ജോൺ ജേക്കബ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജു പുളിമ്പള്ളി അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് M പുതുശ്ശേരി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ഉന്നതാധികാര സമിതി അംഗങ്ങളായ ഷിബു പുതുക്കേരി, സാം ഈപ്പൻ, സംസ്ഥാന സെക്രട്ടറി സക്കറിയ കരിവേലി, VR രാജേഷ്, ബിനു കുരുവിള, ജോ ഇലഞ്ഞിമൂട്ടിൽ, ടോണി കുര്യൻ, എബി വർഗീസ്, ജിബിൻ സക്കറിയ, ബാബു പുതുപ്പള്ളി, ഐപ്പ ചക്കിട്ട, ബിന്ദു ജെ വൈക്കത്തുശ്ശേരി, സൂസമ്മ പൗലോസ്, ഫിലിപ്പ് ജോർജ്, അജു ഉമ്മൻ, അനിൽ കയ്യാലാത്ത്, ജിജു വൈക്കത്തുശ്ശേരി, ഷാനു മാത്യു, ജോയി പരിയാരത്ത്, ജോസ് P ദാനിയേൽ, ബിജു പുത്തൻപുരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. അവരുടെ ആനുകൂല്യങ്ങള് അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ പ്രവർത്തനം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലല്ല അദ്ദേഹം നിലകൊണ്ടിരുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവർഗം എന്ന പേരുകേട്ട വെച്ചൂർ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രം വൈക്കത്ത് ആരംഭിക്കുന്നു. 7 വർഷമായി ആറാട്ടുകുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ആംറോ ഡയറീസ് എന്ന ഗീർ പശു ഫാമിന്റെ പുതിയ സംരംഭമായാണ് വെച്ചൂർ പശു സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത്. ഇവയുടെ സംരക്ഷണം, പ്രജനനം, ഉൽപ്പന്നങ്ങളുടെ വിതരണം, ഗവേഷണം തുടങ്ങിയവയെല്ലാം ഈ കേന്ദ്രത്തിൽ നടക്കും. ഇതിനാവശ്യമായ സുസജ്ജമായ ലബോറട്ടറി സൗകര്യങ്ങളും ഫാമിലുണ്ട്. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും നവ സംരംഭകർക്കും മാർഗനിർദ്ദേശങ്ങളും മാനേജ്മെന്റ് പരിശീലനങ്ങളും നൽകുന്നതിനായി ആംറോ സെന്റർ ഓഫ് എക്സലൻസ് എന്ന സ്ഥാപനത്തിനും ഇതോടൊപ്പം തുടക്കം കുറിക്കും. ആംറോ ഡയറീസിന്റെ 300ഓളം ഗീർ പശുക്കളുള്ള അഗ്രി ടൂറിസം ഫാം ഇലഞ്ഞിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പാല്, നെയ്യ്, യോഗർട്ട് തുടങ്ങിയവ വിപണിയിൽ ലഭ്യമാണ്. ആംറോ ഡയറീസ് വെച്ചൂർ പശു കൺസർവേഷൻ സെന്ററിന്റെയും ആംറോ സെന്റർ ഓഫ് എക്സലൻസിന്റെയും ഉദ്ഘാടനം 30-ന് രാവിലെ 8:30-ന് മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ആറാട്ടുകുളങ്ങരയിലെ ഫാം സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ CK ആശ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ PT സുഭാഷ്, വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ R രാജീവ്, ആംറോ ഡയറീസ് ചെയർമാൻ മുരളീധരൻ നായർ, CEO സീന മുരളീധരൻ, ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജയദേവൻ നമ്പൂതിരി, മാനേജർ അജിത് ഭാസ്കരൻ നായർ എന്നിവർ പ്രസംഗിക്കും. ഒരു പാഷനായിട്ട് മാറിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച്. അല്ലാതെ ഇവിടെ ഫൈനാൻഷ്യൽ ഗെയിൻസ് ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. സോ ദിസ് എ പാഷൻ വിച്ച് ഐ ഹാവ് ഫോർ മെനി അതർ തിങ്സ്. സോ ദിസ് ഇസ് നോട്ട് ദി ഓൺലി company that I have. I have 3 other companies which are into logistics. Then I have an aviation company in US, apart from logistic company all over the world. So അതുകൊണ്ട് പൈസ നോക്കാതെ ഞാൻ ചെയ്യുന്നൊരു സംരംഭമാണ്. അതുകൊണ്ട് മാക്സിമം ബെനിഫിറ്റ് നമ്മുടെ ഫാമേഴ്സിന് കിട്ടണം, അതാണ് എൻ്റെ ഉദ്ദേശം. അതുകൂടാതെ എല്ലാവർക്കും ഒരു പശുവിനെ നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് വേണ്ടി തുടങ്ങുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി ഏറ്റവും നല്ല പശുക്കളും കാളകളും വാങ്ങിച്ച് അതുകൂടാതെ എംബ്രിയോ ഉണ്ടാക്കി കർഷകർക്ക് കൊടുക്കുക, അവർക്കത് ലാഭകരമാക്കണം, അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതുമാത്രമല്ല, വെച്ചൂർ പശുവിന് അറിയാമല്ലോ 2-3 ലിറ്റർ കിട്ടുന്നുള്ളൂ. അപ്പോൾ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ 5-6 ലിറ്റർ കിട്ടുന്ന രീതിയിൽ ആക്കാൻ പറ്റും നിങ്ങൾക്ക്. അതുകൂടാതെ ഞങ്ങളുടെ ഒരു പുതിയൊരു പാല് AU പ്യൂർ എന്ന് പറഞ്ഞൊരു പാലും ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക് 30-ാം തീയതിയാണ് ഞങ്ങൾ മന്ത്രി ശ്രീ ജോർജ് കുര്യനാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. ഫാമിൽ എലഞ്ഞിയിൽ വരുന്ന പുതിയ ഫാമിൽ ഫാം ടൂറിസം കൂടെ കൊണ്ടുവരാനുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാം ടൂറിസം എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ പിള്ളേർക്കും അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പിന്നെ വിസിറ്റിംഗ് ദാറ്റ് ഈസ് വെറ്ററിനറി സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും പ്രാക്ടിക്കൽ നോളജും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഫെസിലിറ്റീസും ഞങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
അതുകൂടാതെ ഇറ്റ് ഈസ് ഓൾസോ റെസിഡൻഷ്യൽ ഏരിയ, ദാറ്റ് ഈസ് ആൾക്കാർക്ക് വന്ന് താമസിച്ച് അവർക്കെല്ലാം കണ്ട് പഠിക്കാനും വിസിറ്റ് ചെയ്യാനുമുള്ളൊരു കേന്ദ്രമാക്കിയാണ് ഞങ്ങളിത് മാറ്റുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ പുതിയ ബ്രാൻഡായ ഓ പ്യോർ, ദാറ്റ് ഈസ് നമ്മുടെ റെഗുലർ മിൽക്ക് പൗച്ച് പാക്കേജിങ്ങിൽ ഞങ്ങളിപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിനും നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ, ദാറ്റ് ഇസ് സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ ലോഞ്ച്, അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ആംബ്രോ കൺസർവേഷൻ സെൻറ്റർ ഫോർ വെച്ചൂർ കൗ. സോ ഈ 3 സംരംഭങ്ങളും ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 30-ാം തീയതി, സെപ്റ്റംബർ 30-ാം തീയതി ശ്രീ ജോർജ് കുര്യൻ, നമ്മുടെ ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ആനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ആൻഡ് ഫിഷറീസ് ആൻഡ് മൈനോറിറ്റി അഫയേഴ്സ് വരുന്നതായിരിക്കും. നമുക്ക് വർദ്ധിച്ച ആവശ്യങ്ങളുമുണ്ട്, അതനുസരിച്ച് നമുക്ക് പാല് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ജനിതക മേന്മ കൂട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് കുറവാണെന്ന് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതിനായി സാറ് പറഞ്ഞ പോലെയുള്ള നമ്മുടെ IVF, PAT ആയിട്ടുള്ള നമ്മുടെ എല്ലാ നവീന സങ്കേതങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ജനിതക മേന്മ കൂട്ടിയാൽ മാത്രം പോരാ, കർഷകരെ അത് എത്ര നല്ല രീതിയിൽ അതിനെ വളർത്തണം എന്നുള്ളതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അവർക്കതിന് കൊടുക്കണം. അതിൻ്റെ ഒരു അഭാവം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ കർഷകരെ ഇതിലേക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അത് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. നമുക്കറിയാം, ഇന്ന് ഈ ചെറുകിട പാലുൽപാദകർ അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ 10 വരെയുള്ള അതിനേക്കാൾ കൂടുതൽ ആയിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന നിരവധി നിക്ഷേപകർ, സംരംഭകർ നമ്മുടെ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അവരെ കൈപിടിച്ച് ഉയർത്തി ഈ ഫീൽഡിലേക്ക് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അതിൽ മുൻനിർത്തിയാണ് ആംബ്രോ സെൻറ്റർ ഫോർ ഡയറി എക്സലൻസ് എന്നുള്ള സ്ഥാപനം നടത്തുന്നത്. എരുമേലി തെക്ക് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഏകദേശം 20 വർഷക്കാലമായി ഈ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എരുമേലി ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2ാം നിലയിലെ ചെറിയ മുറിയിലായിരുന്നു. ശുചിമുറി സൗകര്യം പോലുമില്ലാത്ത ഇവിടെ വളരെ അസൗകര്യങ്ങളോടെയാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മുൻകൈയെടുത്ത് എരുമേലി PWD റെസ്റ്റ് ഹൗസിനോടനുബന്ധിച്ച് 10 സെൻറ് സ്ഥലം ലഭ്യമാക്കുകയും 50 ലക്ഷം രൂപ അനുവദിച്ച് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുകയുമായിരുന്നു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലെത്തിയപ്പോഴേക്കും വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ച ഭൂമി ദേവസ്വം വകയാണെന്നും ഇവിടെ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഹർജിയെ തുടർന്ന് കഴിഞ്ഞ 1 വർഷക്കാലമായി കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. എന്നാൽ ഭൂമിയുടെ രേഖകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി റവന്യൂ ഭൂമിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു. തുടർന്ന് സർവേ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സർക്കാർ ഭൂമിയാണെന്ന് ഉറപ്പുവരുത്തി പണി പൂർത്തീകരിച്ച വില്ലേജ് ഓഫീസ് കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ്. ഉദ്ഘാടനത്തിനായി റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ഒക്ടോബർ 10-ന് അവസാനിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഉദ്ഘാടനത്തിനായി എത്തിച്ചേരാമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തീർത്ഥാടന ഏകോപന ചുമതല കൂടിയുള്ള എരുമേലി തെക്ക് വില്ലേജ് ഓഫീസിൻ്റെ പുതിയ സ്മാർട്ട് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ദൃശ്യ ന്യൂസ്, എരുമേലി. ചോറ്റി മഹാദേവ ക്ഷേത്രത്തിൽ ഒക്ടോബർ 2 മുതൽ 13 വരെ ശിവപുരാണ മഹായജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനോജ് നമ്പൂതിരി പന്തളം യജ്ഞാചാര്യനാകും. ഒക്ടോബർ 2-ന് ഉച്ചകഴിഞ്ഞ് 3-ന് യജ്ഞോദ്ഘാടന സമ്മേളനം ബ്രഹ്മശ്രീ താഴ്മമഠം കണ്ഠരര് മോഹനര് തന്ത്രികൾ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം പ്രസിഡന്റ് OK കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തും. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് AP പുരുഷോത്തമൻ പിള്ള, സെക്രട്ടറി KS രാധാകൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിക്കും. രാത്രി 7-ന് മഹാത്മ്യ പാരായണം പ്രഭാഷണം, 3 മുതൽ 12 വരെ എല്ലാ ദിവസവും രാവിലെ 6-ന് ഗണപതി ഹവനം, 7-ന് യമാഭിഷേകം, 8-ന് ശിവപുരാണ പാരായണം, 11:30-ന് പ്രഭാഷണം, 1-ന് പ്രസാദമുട്ട് എന്നിവ നടക്കും. 4-ന് രാവിലെ 11-ന് ഐക്യമത്യ സുക്ത ഹോമം, 5-ന് മാതൃപിതൃ പൂജ, 5-ന് രാവിലെ 10-ന് ശത്രു സംഹാര ഹോമം, 11-ന് പ്രഭാഷണം, വൈകുന്നേരം 5-ന് നാരീ പൂജ, ലളിത സഹസ്രനാമം, 6-ന് രാവിലെ 8:30-ന് ദീർഘ സുമംഗലി ഹോമം, 10-ന് ശിവപാർവതി വിവാഹം, വൈകുന്നേരം 5-ന് അഷ്ടലക്ഷ്മി സർവൈശ്വര്യ പൂജ, 7-ന് രാവിലെ 11-ന് ഭാഗ്യസുക്ത ഹോമം,
8 രാവിലെ 10:30 അർദ്ധനാരീശ്വര അവതാര പൂജ, 11 ആയുർ സൂക്ത ഹോമം, 9 രാവിലെ 10:30 കിരാതേശ്വര അവതാരം, 11 ദക്ഷിണാമൂർത്തി ഹോമം, വൈകുന്നേരം 4 വ്യോയജന പൂജ, 10 സർവൈശ്വര്യ പൂജ, 11 രാവിലെ 11 പ്രഭാഷണം, വൈകുന്നേരം 6:30 ചാരുഹോമം, ശിവാഗ്നി ജ്വലനം, 12 രാവിലെ 9:30 നവധാന്യ പൊങ്കാല, നവഗ്രഹ പൂജ, 13 രാവിലെ 10 ഭസ്മാഭിഷേകം എന്നിവ നടക്കും. ദൃശ്യ ന്യൂസ്, മുണ്ടക്കയം. മുൻ കോട്ടയം DCC പ്രസിഡന്റ് തെക്കേടത്ത് TR രാമൻപിള്ളയുടെ 17ാമത് അനുസ്മരണ സമ്മേളനം നടന്നു. കടുത്തുരുത്തി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജോയ്സ് മണലേൽ സ്വാഗതം പറഞ്ഞു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ജോസഫ് TRന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. മുൻ മന്ത്രി KC ജോസഫ്, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ടോമി കല്ലാനി, ജില്ലാ UDF കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, KPCC മെമ്പർ അഡ്വക്കേറ്റ് T ജോസഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി പ്രാലടി തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമങ്ങളും പല സ്ഥാപിത താല്പര്യക്കാരും ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ് ജോസഫ് എന്നാണ് ഞാൻ വിശേഷിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തെക്കേടത്ത് ചെയ്യാനുള്ള സാറ് പറഞ്ഞ കടുത്തുരുത്തിയിലെ പൗരപ്രമുഖരിൽ മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിൽ നിന്നും കാർ താഴേക്ക് പതിച്ച് അപകടം. കഴിഞ്ഞ രാത്രിയാണ് അപകടമുണ്ടായത്. MCS ആശുപത്രി കോമ്പൗണ്ടിലേക്കാണ് വാഹനം റോഡിൽ നിന്നും താഴേക്ക് വീണത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. വാഹനത്തിലുണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായ പരിക്കുകളില്ല. അപകടത്തിൽ വാഹനം ഭാഗികമായി തകർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടക്കമിട്ട ഉയരമുള്ള വിളക്കുകൾ പ്രകാശിക്കട്ടെ, ഗ്രാമങ്ങൾ പ്രകാശപൂരിതമാകട്ടെ പദ്ധതി എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പൈക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ച ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് പെരുമനങ്ങാട്ട്, സിനി ജോയ്, ആശാ റോയ്, ജെയിംസ് ജീരകത്ത്, യമുന പ്രസാദ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ VA അബ്ദുൾ കരീം, തോമാച്ചൻ പാലക്കുടിയിൽ, സണ്ണി പാലയ്ക്കൽ, KR ഗോപാലകൃഷ്ണൻ, വിൽസൺ പതിപ്പള്ളിൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ JC എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ പൈക ആശുപത്രി കോമ്പൗണ്ട്, പൈക തിയേറ്റർ പടി, 7-ാം മൈൽ ടേക്കെ ബ്രേക്ക്, മടുക്കക്കുന്ന് പള്ളി, 5-ാം മൈൽ വഞ്ചിമല കവല, ചെങ്ങളത്ത് പറമ്പ്, ഇല്ലിക്കോൺ, മല്ലികശ്ശേരി പള്ളി ജംഗ്ഷൻ, SNDP ജംഗ്ഷൻ, അമ്പലവയൽ, പനച്ചിക്കൽ പീടിക, പാമ്പോലി സെർണറ്ററി ഹോം എന്നിവിടങ്ങളിലാണ് വിളക്കുകൾ സ്ഥാപിക്കുന്നത്. പഞ്ചായത്തിലെ 1, 2, 3, 15, 16 വാർഡുകളിലായി 14 മിനി മാസ്റ്റ് ലൈറ്റുകൾക്ക് പുറമെയാണ് 16 മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ എലിക്കുളം പഞ്ചായത്തിലെ 1, 2, 3, 15, 16 5 വാർഡുകളിലായിട്ട് 30 മിനിമാസ്റ്റ് ലൈറ്റുകളാണ് നമുക്ക് ഇതിനോടകം സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 2024 സ്ഥാപിച്ച 14 ലൈറ്റുകൾക്ക് പുറമെ ഇപ്പോൾ 16 പുതിയ മിനിമാസ്റ്റ് ലൈറ്റുകൾ കൂടിയാണ് ഈ 5 വാർഡുകളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്ന് മുതൽ ശനിയാഴ്ച വരെ 3 ദിവസങ്ങളിലായിട്ട് നടത്തുന്നത്. എലിക്കുളം പഞ്ചായത്തിൻ്റെ 5 വാർഡുകളിലായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപ ഈ പഞ്ചായത്ത് പ്രദേശത്തെ 5 വാർഡുകളിലായിട്ട് എത്തിക്കുവാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉടനീളം 14 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് എല്ലാ പഞ്ചായത്തുകളുമായിട്ട് നടത്തുവാൻ സാധിക്കുന്നതാണ്. എലിക്കുളം പഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജിമ്മിച്ചനും പഞ്ചായത്ത് ഭരണസമിതിയും ഈ കാര്യത്തിൽ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്തു. പഞ്ചായത്ത് പണം മുടക്കിയില്ല ഇതുവരെ, പക്ഷേ ഇനിയുള്ള കറണ്ട് ചാർജ് പഞ്ചായത്താണ് അടയ്ക്കേണ്ടത്. ഈ ലൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് 3 വർഷത്തേക്കുള്ള ഗ്യാരണ്ടി ഉണ്ട്. എലിക്കുളം പഞ്ചായത്തിൽ ഉൾപ്പെടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ലൈറ്റുകളും ഇന്നും തെളിയുന്നുണ്ട്.
സാധാരണ ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ ആളുകൾ പറയാറുള്ള കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് തെളിക്കും, അതിന് വേണ്ടി ചുറ്റും പിന്നെ അതിന് ഫോളോ അപ്പ് ഇല്ല. ഞാൻ എല്ലാ പ്രദേശങ്ങളിലും ഇത് കൃത്യമായി ഇത് മെയിൻ്റെനൻസ് നടക്കണം എന്നുള്ള താല്പര്യത്തിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിവിടെയും ഈ 16 ലൈറ്റുകളുടെ പ്രദേശത്തേക്കൂടെ വാട്സപ്പ് കൂട്ടായ്മ വ്യാപിപ്പിക്കും. ഭരണങ്ങാനം പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റം വാർഡിൽ ജലറാണി കുടിവെള്ള പദ്ധതിക്ക് പുതിയ ഓവർഹെഡ് ടാങ്ക് നിർമ്മാണം ആരംഭിച്ചു. വേഴാങ്ങാനം പള്ളി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മെമ്പർ സുധാ ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. 15 ലക്ഷം രൂപയാണ് ടാങ്ക് നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത്. 70ഓളം കുടുംബങ്ങളാണ് ജലറാണി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിലുള്ള ടാങ്കിന് ഉയരമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് പല വീടുകളിലും വെള്ളം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുതിയ ടാങ്ക് വരുന്നതോടുകൂടി ഇതിന് പരിഹാരമാവുകയും കൂടുതൽ വീടുകളിൽ പൈപ്പ് കണക്ഷൻ നൽകുവാനും സാധിക്കും. പള്ളി വികാരി ഫാദർ ജോസഫ് പരിയപ്പനാൽ, പദ്ധതി പ്രസിഡന്റ് VV വിജയൻ, സെക്രട്ടറി ആലീസ് മൈക്കിൾ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജലനിധി ഭാരവാഹികൾ, പള്ളി ട്രസ്റ്റിമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പള്ളിയുടെ സ്ഥലം 1 സെന്റ് സ്ഥലം സൗജന്യമായിട്ട് വിട്ടു നൽകുവാൻ വേണ്ടി പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അതിന് തയ്യാറായി അത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ ഭൂമി പള്ളിയുടെ ഭൂമി സൗജന്യമായിട്ട് നൽകുവാൻ വേണ്ടി തയ്യാറായി കടന്നു വന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പൂർണ്ണമായ പിന്തുണ നൽകിയ മുൻ വികാരിയച്ഛൻ പ്രിയപ്പെട്ട കാവുങ്കലച്ഛനെയും അതുപോലെ തന്നെ ഈ പള്ളിയുടെ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കറിയാം നാടിൻ്റെ വികസന കാര്യങ്ങളിൽ അത് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു ടാങ്ക് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം നമുക്കറിയാം ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലം എന്നുള്ള നിലയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇത് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ പള്ളി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ സമീപിച്ചപ്പോൾ ആദ്യം മുതൽ ഇതിൻ്റെ ഭാരവാഹികളും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സുധയും ഒക്കെ പറഞ്ഞ് പള്ളിയുടെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായ ഒരു തീരുമാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടു. അതേറെ സന്തോഷം ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കോട്ടയം കളത്തിക്കടവിൽ കൊടൂരാറ്റിൽ വീണ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കൊല്ലാട് സ്വദേശി കേശവനാണ് മരിച്ചതെന്നാണ് വിവരം. 2 മണിക്കൂറോളം നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കളത്തിക്കടവ് പാലത്തിൽ നിന്നും ആറ്റിൽ ചാടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് നാട്ടുകാർ വിവരം കോട്ടയം ഈസ്റ്റ് പോലീസിലും അഗ്നിരക്ഷാ സേനയിലും അറിയിച്ചു. തുടർന്ന് 2 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിന് ഒടുവിൽ കളത്തിക്കടവ് ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.